എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം പൂർവാർത്ഥം അധ്യായം 26 ശ്ലോകം 9, 10, 11, 12, 13, 14, 15 7 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഭഗവാൻ ചെയ്ത ആ ബാലലീലകൾ മുഴുവൻ അവര് ഓർത്ത് പറയാണ് നന്ദഗോപരോട്. അത്ഭുതം. അപ്പോഴാണ് അവർക്ക് അതിന്റെയൊക്കെ അത്ഭുതം ഇങ്ങനെ കൂടുതൽ മനസ്സിലാവുന്നത്. ഭഗനെ കൊന്ന കാര്യം പറഞ്ഞു. പിന്നെ ഇതാ വത്സാസുരന്റെ വധത്തിനെ പറ്റി വിസ്തരിച്ചു പറയാണ്. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 9. വത്സേഷു വത്സരൂപേണ പ്രവിശന്തം ജിഘാംസയാ ഹത്വാനുപാദയത്തേന കപിഥാനി ചലീലയാ. കുട്ടികള് കളിക്കുമ്പോ അവരുടെ കൂട്ടത്തിലുള്ള എവനെ കൊല്ലാനായിട്ടേ പശുക്കുട്ടിയുടെ രൂപം ധരിച്ചു വന്നില്ലേ. എന്നിട്ട് പശുക്കുട്ടികളുടെ കൂട്ടത്തിൽ തന്നെ പ്രവേശിച്ച് ആ വത്സാസുരന്റെ പിൻകാലുകളില് കൈകൊണ്ട് പിടിച്ച് വട്ടം ചുറ്റിച്ചിട്ടാ ഇവൻ ഈ കണ്ണൻ അവനെ കൊന്നത്. എന്നിട്ടോ ആ ശവശരീരം മേൽപോട്ട് എറിഞ്ഞ് ആ മരത്തിലുള്ള ആ കായ്കനികളൊക്കെ ഇങ്ങനെ ഇവൻ വീഴ്ത്തി. എങ്ങനെയാ അത്? എന്തൊരു ആശ്ചര്യം! ഇതും ആശ്ചര്യല്ലേ ചോദിക്കണം. ഹത്വാ രാസപദൈദേയം തൽ ബന്ധൂൻശ്ച ബലാന്വിത ചക്രേ താലവനം ക്ഷേമം പരിപക്വഫലാന്വിതം. ആ ധേനുകാസുരൻ കാരണം താലവനത്തിൽ ആർക്കും പ്രവേശിക്കാൻ പാടില്ലായിരുന്ന ആ സമയത്ത് ബലരാമനോടുകൂടി ആ കാട്ടിൽ പ്രവേശിച്ച് ധേനുകനെയും അവന്റെ ബന്ധുക്കളെയും സംഹരിച്ച് ആ വനത്തിലെ പഴുത്ത ഫലങ്ങൾ നിറഞ്ഞു നിൽക്കത്തക്ക വിധം ആർക്കും പ്രവേശിക്കാൻ വിരോധമില്ലാത്ത സ്ഥിതിയാക്കി തീർത്തില്ലേ ആ കണ്ണൻ. അതെങ്ങനെയാ? അത് ആശ്ചര്യല്ലേ. പ്രലംബം ഘാതയിത്വോഗ്രം ബലേന ബലശാലിന അമോചയ വ്രജപശൂൻ ഗോപാൻശ്ചാരണ്യവന്ഹിത. ഗോപന്മാരെയും ഗോവിന്ദനെയൊക്കെ അങ്ങനെ സംഹരിക്കാൻ ഒരുങ്ങി വന്ന അതിക്രൂരനായ പ്രലംബാസുരനെ ബലശാലിയായ ബലരാമനെ കൊണ്ട് കൊല്ലിച്ചു ഈ കണ്ണൻ. പിന്നെയോ കാട്ടുതീയുടെ നടുവിലകപ്പെട്ട പശുക്കളെയും ഗോപന്മാരെയും ആ തീയിൽ നിന്നൊക്കെ രക്ഷിച്ചു. അത് എങ്ങനെയാത്? ധേനുകനെയും പ്രലംബാസുരനെയും സംഹരിച്ചത് ബലരാമനാണ്. എന്നാലും ഏത് കാര്യത്തിലും ശ്രീകൃഷ്ണ പ്രഭാവം പ്രധാനമായിട്ട് ഞങ്ങൾ കാണുന്നുണ്ടായി. ഈ കൃഷ്ണൻ തന്നെ അതെല്ലാം ചെയ്തത്. എങ്ങനെയാ ഈ കൃഷ്ണൻ ഇതിനുള്ള പ്രാഭവം ഉണ്ടായത്? പറഞ്ഞു തരൂ. ആശീവിഷതമാഹീന്ദ്രം ദമിത്വാ വിമതം ഹൃദാൽ പ്രസഹ്യോദ്വാസയമുനാം ചക്രേസൗ നിർവിഷോദകാം. അതിക്രൂര വിഷമുള്ള സർപ്പശ്രേഷ്ഠനായ കാളിയന്റെ ആ വിഷാഹങ്കാരത്തെ മുഴുവൻ നശിപ്പിച്ച് യമുനാ നദിയിൽ നിന്ന് പുറത്താക്കി. അതിലെ ജലത്തിലുള്ള വിഷശക്തി മുഴുവനും നശിപ്പിച്ച് എല്ലാവർക്കും ഉപയോഗിക്കാൻ കൊള്ളാവുന്ന വിധത്തില് ആക്കി തീർത്തില്ലേ കണ്ണൻ? അത് എങ്ങനെയാ? ദുസ്ത്യജശ്ചാനുരാഗോസ്മിൻ സർവേഷാം നോ വ്രജൗകസാം നന്ദ തേ തനയേസ്മാസു തസ്യാപ്യൗൽപത്തിക കഥം. ഹേ നന്ദ, അങ്ങയുടെ ഈ പുത്രനിൽ ഗോകുലത്തിൽ വസിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ഉപേക്ഷിക്കാൻ കഴിയാത്ത പരമസ്നേഹം ഉണ്ടായിരിക്കണം. എന്തൊരു വല്ലാത്തൊരു ആകർഷണമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. അവന് ഞങ്ങളിലും അതെ സ്വാഭാവികമായിട്ടുള്ള സ്നേഹം, അധിക ഒരു സ്നേഹം. എന്താ ഇതിന് കാരണം? ഒരു സമയം ഇവൻ നമ്മളുടെ എല്ലാവരുടെയും അന്തര്യാമിയായിരിക്കുന്ന പരമാത്മാവ് തന്നെ ഈ ഇങ്ങനെ ഒരു സ്വരൂപം ധരിച്ചു വന്നവനായിരിക്കും എന്നുള്ള ഞങ്ങൾക്ക് തോന്നുകയാണ്. നമ്മളുടെ എല്ലാം അന്തര്യാമിയായിരിക്കുന്ന ആ പരമാത്മാവ്, ആ ഈശ്വരൻ തന്നെയാണ് കണ്ണൻ എന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നു. ക്വ സപ്തകായനോ ബാല ക്വ മഹാത്രിവിധാരണം തതോ നോ ജായതേ ശങ്ക വ്രജനാഥ തപാത്മജേ. 7 വയസ്സായ ഒരു കുട്ടി എത്രയോ മഹത്തായ ഒരു പർവ്വതത്തെ കൈകൊണ്ട് പുഴക്കി പിടിച്ച് 7 ദിവസം നിന്നിടത്ത് നിന്ന് ഇളകാതെ നിൽക്കുക.
എന്തൊരു ആശ്ചര്യമാണ് ഈ സംഗതി. അതുകൊണ്ട് ഹേ വ്രജനാഥ, അങ്ങയുടെ ഈ പുത്രനിൽ ഞങ്ങൾക്ക് സംശയം ധാരാളമുണ്ട്. ഇവൻ കേവലം മനുഷ്യനായിരിക്കാൻ സാധ്യതയില്ല. സർവശക്തി സമ്പന്നനായിരിക്കുന്നതല്ലാതെ ഇങ്ങനെ പ്രവൃത്തികൾ പലതും നടത്താൻ സാധിക്കില്ല, ഉറപ്പാ. അതുകൊണ്ട് ഈ ബാലൻ ആരാണെന്നുള്ള ശങ്ക ഞങ്ങൾക്കുണ്ടാവുന്നു. ആ ശങ്ക തീർത്തു തരണം. ആ അതിമാനുഷ പ്രഭാവങ്ങൾ പലതും പ്രത്യക്ഷമായിട്ട് കാട്ടിയ ശ്രീകൃഷ്ണനോട് ഒരുമിച്ച് താമസിച്ച ഗോപന്മാർക്ക് കൂടി ഇങ്ങനെ ശങ്കയാണ് ഉണ്ടായത്. അവൻ ഈശ്വരൻ തന്നെയാണെന്നുള്ള വിശ്വാസം ദൃഢമായിട്ട് അവർക്ക് ഉണ്ടായില്ല. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? ഭഗവാന്റെ ആ ജഗന്മോഹിനിയായ മായയുടെ പ്രഭാവം അല്ലേ? അതുകൊണ്ടാണ് അവർക്ക് ഞങ്ങളുടെ കണ്ണൻ എന്ന് മാത്രമേ അവർക്ക് തോന്നിയിരുന്നുള്ളൂ. ഇപ്പൊ അവർക്ക് ഒരു ശങ്ക മാത്രം ഉണ്ടായി, ഭഗവാന്റെ മായ തന്നെ. ഇവൻ പരമാത്മാവ് തന്നെ എന്നുള്ള ദൃഢബോധം എല്ലാവർക്കും ഒരുപോലെ ഉണ്ടായ ആ ക്ഷണത്തിൽ എല്ലാവരും ആ പ്രപഞ്ചാതീതന്മാരായി ഭവിക്കും. പിന്നെ ഈ പ്രപഞ്ച വ്യാപാരവും അവതാര പ്രയോജനവും ഒക്കെ എങ്ങനെ സാധിക്കുക? അതുകൊണ്ട് ഭഗവാന്റെ അചിന്ത്യ ശക്തി പ്രഭാവം ഗോപന്മാർക്ക് ഇങ്ങനെ ഒരു ശങ്ക മാത്രം ജനിപ്പിച്ചത് അത്ഭുതപ്പെടാനൊന്നുമില്ല എന്ന് പറയാം. ഇയം പ്രപഞ്ച സരണിർ വഹത്യജ്ഞപ്രസാദത. ഈ പ്രപഞ്ച മര്യാദ അജ്ഞന്മാരുടെ അനുഗ്രഹ നിമിത്തം നിലനിന്നു പോരുന്നു എന്നുള്ള ആ വസിഷ്ഠോക്തി വളരെ സത്യമാണ്. ഏവർക്കും പരിപൂർണ ജ്ഞാനം ഏകകാലത്തിൽ ഉണ്ടാകുന്നതായ ഒരു അവസരം ഒരു കാലത്തും ഉണ്ടാകുകയില്ല. അത് നമുക്ക് ഊഹിക്കാം. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഗോപന്മാരുടെ ശങ്ക അല്ലെ? കാരണം ഇപ്പൊ നന്ദഗോപരിത മറുപടി പറയണം. നന്ദ ഉവാച ശ്രൂയതാം മേ വചോ ഗോവാ വേദു ശങ്കാചവോർഭഗേ ഏനം കുമാരമുദ്ദിശ്യ ഗർഗോ മേ യദുവാചക. നന്ദഗോപര് പറഞ്ഞു. ഗർഗാചാര്യര് നന്ദഗോപരോട് പറഞ്ഞ സംഗതികളൊക്കെ അനുഭവമായിട്ട് കണ്ടു നന്ദഗോപര്. അപ്പൊ വിശ്വാസമായി ശരിക്കും ഗർഗം മഹർഷി പറഞ്ഞത് എത്ര സത്യമാണ് എന്ന് മനസ്സിലായി നന്ദഗോപർക്ക്. എന്നിട്ട് പറയണു, ഹേ ഗോപന്മാരെ, ഗർഗ മഹർഷി ഈ കുട്ടിയുടെ ജാതകം എഴുതിയ സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കേട്ടോളൂ. അപ്പൊ നിങ്ങൾക്ക് എന്റെ കുട്ടിയെ കുറിച്ചുണ്ടായിട്ടുള്ള സംശയമൊക്കെ തീരും. ഇത് പരമാത്മാവ് തന്നെയാണ്, കേവലം മനുഷ്യനല്ല എന്നുള്ള ദൃഢവിശ്വാസം ഉണ്ടാകുന്നർത്ഥം. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.